ശ്രീമദ് ഭാഗവതം ക്ലാസ് 42. നമ്മളിത് നോക്കുന്നത് സ്കന്ധം 3 അധ്യായം 13. അത് ശ്രീ വാരാഹാവതാരത്തെ പറ്റിയുള്ള. ഇതിൽ 1, 2, 3, 4 വിതുരർ വീണ്ടും മൈത്രേയനോട് ചോദിക്കുകയാണ്, സ്വയംഭൂ മനുവിന് പത്നിയെ ലഭിച്ച ശേഷം എന്ത് സംഭവിച്ചു? അപ്പം കഴിഞ്ഞതിൽ നമ്മൾ കണ്ട സ്വയംഭൂ മനുവിനെ പത്നിയെ ആണ്. അതിലൂടെയാണ് ഇനി സൃഷ്ടിക്രമം, അതൊരു പ്രേരക ശക്തിയാണ്. അതിലൂടെയാണ് ഇനി സൃഷ്ടി മുന്നോട്ടേക്ക് പോകേണ്ടത്. ആദ്യത്തെ രാജാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞു തരിക എന്ന് വിതുരർ പറയുകയാണ്. ഭഗവാന്റെ ഗുണഗണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എന്നത് മനുഷ്യരുടെ ഏറെ കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനമാണ്. ഭഗവാന്റെ കഥ കേൾക്കുക എന്ന് പറയുന്നത് വിദ്യ നേടുക തന്നെയാണ്. കാരണം ഈ ഭഗവത് കഥകളിലൂടെ പ്രപഞ്ച സൃഷ്ടി രഹസ്യമെല്ലാമാണ് പറയുന്നത്. നമ്മൾ ധരിച്ചമാരി ഒരു കൃഷ്ണന്റെ കഥ മാത്രമൊന്നുമല്ല. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് തൊട്ടിട്ടുള്ള അവസാനം വരെയുള്ള ചരിത്രമാണ് കഥരൂപത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം തന്നെയാണ് നേടുന്നത്. യഥാർത്ഥത്തിൽ സയൻസ് തന്നെയാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ 5 സുഗൻ പറയുകയാണ്, വിതുരരോട് ഭഗവത് കഥകൾ ചൊല്ലുന്നതിൽ കോൾമയർ കൊണ്ടിരിക്കുന്ന മൈത്രേയൻ പറഞ്ഞു. അപ്പം മൈത്രേയനും കഥ പറയുന്നത് വളരെ അങ്ങനെ നല്ല നിലയിൽ ഉത്സാഹത്തോടു കൂടി കോൾമയർ കൊണ്ടിട്ടാണ് പറയുന്നത് എന്ന് പറയുകയാണ്. ഇതിൻ്റെ 6 സ്വയംഭൂ മനു ഭാര്യയോടൊത്ത് ജനിച്ച ശേഷം ബ്രഹ്മാവിനോട് കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു. 7, 8 സർവജീവജാലങ്ങളുടെയും ഞങ്ങളുടെയും പിതാവായ ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, പരിചരണം നമ്മുടെ ഏത് പ്രവൃത്തിയാൽ ഉണ്ടാകും? ഭഗവാന്റെ പരിചരണം അങ്ങേ നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്? സ്വന്തം കീർത്തി കൊണ്ട് ഏത് പ്രവൃത്തിയിലൂടെ ഇഹലോകത്തിലും പരലോകത്തിലും സൽഗതി ഉണ്ടാകും? അതായത് ഈ ലോകത്തിലും പരലോകത്തിലും സൽഗതി കിട്ടാൻ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. കാരണം ഭഗവാന്റെ നിർദ്ദേശം അല്ലെങ്കിൽ ബ്രഹ്മദേവന്റെ നിർദ്ദേശം അനുസരിച്ചാണ് സൃഷ്ടി പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണല്ലോ ഇനിയെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ 9 പറയുന്നു, ബ്രഹ്മാവ് പറയുന്നു, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. വിനയത്തോടെ എന്നോട് കൽപ്പിച്ചാലും എന്നല്ലാണല്ലോ, ഈ വിധത്തിലാണല്ലോ നിങ്ങൾ എന്നോട് അഭിസംബോധന ചെയ്തത്. അത്രയും വിധേയത്തിൽ എല്ലാം കൽപ്പിച്ചാൽ മതി, അതുപോലെ ചെയ്യാം. കാരണം എല്ലാ കാര്യങ്ങളും ആ മുകളിൽ നിന്നോട്ട് താഴെ വരെ, ബ്രഹ്മാവ് തൊട്ട് താഴെ വരെ നമ്മളടക്കം എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനിച്ച കർമ്മങ്ങളാണ് ചെയ്യാൻ ബാധ്യസ്ഥത. അതേ ചെയ്യാൻ പാടുള്ളൂ. അതിന് പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് സ്വീകരിക്കാൻ പോകുന്നില്ല. നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് 10, 11, 12 പറയാണ്, പ്രമാദമില്ലാത്തവരും മത്സരമില്ലാത്തവരുമായ പുത്രന്മാർ. അപ്പോൾ ഇവരെല്ലാം ഈ പുത്രന്മാർക്ക് അങ്ങനെ വേറെ അഹങ്കാരമൊന്നുമില്ല, ആരോടും മത്സരിക്കാനൊന്നുമില്ല, ചെയ്യേണ്ട കർമ്മം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കഴിവിനനുസരിച്ച് ആജ്ഞ ഏറ്റെടുക്കുന്നത് അവരവരുടെ കഴിവിനനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരാരോടും മത്സരിക്കാനൊന്നുമില്ല. അവരെന്താണോ ചെയ്യേണ്ടത് അവരുടെ കഴിവിനനുസരിച്ച് ആജ്ഞ ഏറ്റെടുത്ത് പിതാവിങ്കൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ചെയ്തത്. അത് പിതാവിനോട് അദ്ദേഹത്തിൻ്റെ നമ്മളെ കഴിവിനനുസരിച്ച് എല്ലാം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് പിതാവിന്ന് പറഞ്ഞേച്ചാൽ മതി, ബ്രഹ്മദേവൻ പറഞ്ഞേച്ചാൽ മതി, ചെയ്യാമെന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് നീ എന്നെ സമീപിച്ചിരിക്കുന്നത്, ബ്രഹ്മാവ് പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നീ ഇവളിൽ യോജിച്ച സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഇവളിലൂടെ യോജിച്ച സന്താനങ്ങൾ, എന്തെങ്കിലും സന്താനങ്ങളെ ഉണ്ടാക്കിയിട്ടാൽ പോരാ. യോജിച്ച സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് തരം സന്താനങ്ങളെയാണോ ആവശ്യം, എന്തുതരം കർമ്മങ്ങളാണുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള സന്താനങ്ങളെ ഉണ്ടാക്കണം, ഉൽപ്പാദിപ്പിച്ച് ധർമ്മത്തോടെ ലോകത്തെ രക്ഷിക്കുക. എന്തിന്? ലോകരക്ഷക്കായിട്ട് അതിൽ കർമ്മം ചെയ്യാൻ യോജിച്ച ആവശ്യമുള്ള സന്താനങ്ങൾ ഉണ്ടാക്കി ഇടുക, അങ്ങനെ ലോകത്തെ രക്ഷിക്കുക.
യാഗങ്ങളിലൂടെ ശ്രീഹരിയെ ആരാധിക്കുക. അങ്ങനെ യാഗം ചെയ്തുകൊണ്ട് ആരെ ശ്രീഹരിക്ക് വേണ്ടിയാണ്, ബ്രഹ്മത്തിന് വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത്. പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് ശ്രീഹരിയെ ആരാധിക്കുക. അതാണ് ആരാധന. എന്താണോ, ഇതിനു വേണ്ടിയാണോ നമ്മൾ സൃഷ്ടിച്ചത് അത് ചെയ്തു കൊടുക്കുക. അതിലൂടെ പ്രജാപാലനത്തിൽ എനിക്ക് ഏറ്റവും നല്ല പരിചരണവും, അതുകൊണ്ട് എന്നെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ ശ്രീഹരിക്ക് വേണ്ട, അല്ലെങ്കിൽ ആ പരമാത്മാവിൽ എന്താണോ കർമ്മങ്ങളുള്ളത്, നമ്മൾ ചെയ്യേണ്ട കർമ്മമുള്ളത്, അത് ചെയ്തു കൊടുക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ ബ്രഹ്മദേവനെ പരിചരിക്കുന്നതിന് സമാനമാണ്. പ്രജകളുടെ രക്ഷിതാവെന്ന നിലയിൽ ശ്രീഹരി നിന്നോട് സന്തോഷിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്കുള്ള പരിചരണമാണ്, കാരണം എന്നെ സഹായിക്കുകയാണ് നീ ചെയ്യുന്നത്. ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ്, അദ്ദേഹം ചെയ്യേണ്ട കർമ്മം എന്നിലൂടെ ചെയ്യുകയാണ്. അപ്പം എനിക്കുള്ള പരിചരണമായി, എനിക്കൊരു സഹായമായി. അതേസമയം ശ്രീഹരി സന്തോഷിക്കുകയും ചെയ്യുക. ശ്രീഹരിയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അതുമാതിരി ചെയ്തു കഴിഞ്ഞാൽ ശ്രീഹരിയും സന്തോഷിക്കും. ഇതിൻ്റെ 13 പറയുന്നു, ശ്രീഹരി സന്തോഷിച്ചിട്ടില്ലെങ്കിൽ എന്ത് പ്രവൃത്തിയും വ്യർത്ഥമാകും. അപ്പം നമ്മളെന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രപഞ്ചം എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ കർമ്മമാണ്. ലോക പുരോഗതിക്കായിട്ട് അതൊരു നല്ല ലോകം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അതിനുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാനെന്ന ചിന്ത വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വ്യർത്ഥമാകും. കാരണം താൻ തന്നെ അനാദരിച്ചു, താൻ തന്നെ അനാദരിച്ചു. ഞാൻ എന്നെ അനാദരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? ആ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തെ തന്നെയാണ് അനാദരിക്കുന്നത്. ബ്രഹ്മം എന്നെ സൃഷ്ടിച്ചിട്ട് ഒരു കർമ്മം ചെയ്യാനാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ആ ബ്രഹ്മം തന്നെയാണ് എന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അനാദരിക്കുന്നത്. ഇനി 14 മനു പറയുകയാണ്, അപ്പോൾ ഹേ ഭഗവാൻ, ഞാൻ ഇന്ത്യരുവല്ലിയുടെ ആജ്ഞയിൽ വർത്തിച്ചുകൊള്ളാം. അപ്പം അങ്ങെന്താണോ ആഗ്രഹിക്കുന്നത് ആ ക്രമത്തിൽ തന്നെ ഞാൻ വർത്തിച്ചുകൊള്ളാം. ഹേ പ്രഭു, പ്രജകൾക്കും എനിക്കുമുള്ള വാസസ്ഥലം ഏതാണ്? ഞാൻ എവിടെ ഇരുന്നിട്ടാണ് കർമ്മം ചെയ്യേണ്ടത്? എനിക്കൊരു വാസസ്ഥലം വേണമല്ലോ. എന്ത് ശരി, കർമ്മം ചെയ്യാം, ഇവിടെ വെച്ച് ചെയ്യണം. എൻ്റെ വാസസ്ഥലം ഏതാണ്? അത് അനുവദിച്ചു തന്നു. എന്നിട്ട് പറയുകയാണ്, യാതൊന്ന് എല്ലാ ജീവികളുടെയും വാസസ്ഥലവുമായിരുന്നുവോ, അതായത് ആ ഭൂമി, അത് മഹാജലത്തിലങ്ങ് മുങ്ങിയിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഭൂമിയിലാണല്ലോ ഈ കർമ്മങ്ങളെല്ലാം. മനുഷ്യർ ബാക്കിയെല്ലാം ചെയ്യേണ്ടത് ഭൂമിയിലാണ്. പ്രപഞ്ചം സൃഷ്ടിക്കുക എന്നുള്ളത് അതിൻ്റെ കർമ്മമാണെങ്കിലും എല്ലാ കർമ്മങ്ങളും നടക്കുന്ന അവസാനം ഭൂമിയിലാണ്. ആ ഭൂമിയാണെങ്കിൽ സമുദ്രത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഭൂമിയെ ഉദ്ധരിച്ചാൽ മാത്രമേ നമുക്ക് സ്ഥലം സ്ഥലമുള്ളൂ, കർമ്മം ചെയ്യാനുള്ള സ്ഥലമുള്ളൂ. ഇപ്പം 16 മൈത്രേയം പറയുകയാണ്, ബ്രഹ്മാവ് ആ ഭൂമി ജലത്തിൽ മുങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടിട്ട് ഇതിനെ എങ്ങനെ ഉദ്ധരിക്കണമെന്ന് ചിന്തിച്ചു. അപ്പം മനസ്സിൽ ആലോചിച്ചു, ഇതെങ്ങനെയാണ് ഇനി ഉദ്ധരിക്കുക. 17 ഞാൻ സൃഷ്ടിച്ച ഭൂമി പാതാളത്തിൽ ആണ്ടുപോയി. ഇനി എന്തു ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ജന്മം നൽകിയ ശക്തി, അതായത് ആ ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. അപ്പം ബ്രഹ്മാവ് കുറേ ഭൂമിയെല്ലാം സൃഷ്ടിച്ചു, ഗോളങ്ങൾ മുഴുവൻ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. കാരണം ആറ്റങ്ങൾ ഉണ്ടായാൽ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് വസ്തുക്കൾ ഉണ്ടാവും. പിന്നെ വസ്തുക്കൾ പരസ്പരം ആകർഷിച്ചിട്ട് കുറേ ഗോളങ്ങളായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു. അതിലൊരു ഗോളമാണ് സൂര്യനും ഭൂമിയെല്ലാം. അപ്പോൾ ഈ ഭൂമി ഇപ്പോൾ എവിടെയോ കറങ്ങിയാണ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? അതങ്ങനെ നടക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും താണു കിടക്കും. കാരണം നമ്മൾ ഇവിടെ കുറേ പാറയുണ്ട്, ആ പാറ അങ്ങനെ കിടക്കും. പക്ഷെ പാറ വീടാണ്ടെങ്കിൽ ആരെങ്കിലും കയറി അതിനെ പൊട്ടിച്ചിട്ട് അട്ടിക്കായിട്ട് വെച്ചാലേ വീടാവുള്ളൂ. അതുപോലെ ഭൂമി കുറേ ഗോളങ്ങൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതാണ് സത്വഗുണം.
എല്ലാ വസ്തുവിനും അതേപോലെ അങ്ങനെ ഓടി അടക്കാനാണ് താല്പര്യം. പിന്നെ അതിനെ എടുത്ത് സൂര്യനെ നടുവിൽ വെച്ച് ഭൂമിയെ കൊണ്ട് അതിന് ചുറ്റും ചുറ്റിക്കണം, എല്ലാ ഗ്രഹങ്ങളെ കൊണ്ട്. ഇതൊരു ശക്തി വിചാരിച്ചാലേ നടക്കുള്ളൂ. ആ ശക്തിയാണ് ആര്? ഭഗവാൻ. നാരായണൻ അല്ലെങ്കിൽ വിഷ്ണു. അത് വിഷ്ണു വിചാരിച്ചാലേ നടക്കാണ്. ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിടാനേ പറ്റൂ. ഇതിനെ പൊറുക്കി ഓരോരുത്തിയിൽ വെക്കേണ്ട പരിപാടി ബ്രഹ്മാവിനാണ്, അല്ല വിഷ്ണുവിനാണ്. ബ്രഹ്മാവിങ്ങനെ ഉണ്ടാക്കിയിടും കുറേ ഗോളങ്ങൾ. പിന്നെ വിഷ്ണുവാണ് അതിനെ എടുത്തിട്ട് സൂര്യനെ പിടിച്ച് നടുവിൽ നിർത്തിയിട്ട് ചുറ്റും ചുറ്റിക്കുക. അപ്പം അത് ഭഗവാൻ ചെയ്യേണ്ട പണിയാണെന്ന് പറഞ്ഞു. ഭഗവാനെ തന്നെ ആശ്രയിക്കാമെന്ന് ബ്രഹ്മാവ് തീരുമാനിച്ചു. ഇതിൻ്റെ പാട്ട് 19:20 പറയുകയാണ്, ഇപ്രകാരം ധ്യാനിച്ചു കൊണ്ടിരുന്ന വിഷ്ണുവിനെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും ഒരു വിരളോളം വലുപ്പമുള്ള പന്നിക്കുട്ടി പുറത്തേക്ക് ചാടി എന്നാണ് പറയുന്നത്. കഥയിലൊരു പന്നിമാരി ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറയാം. ബ്രഹ്മദേവൻ നോക്കി നിൽക്കിയ അന്തരീക്ഷത്തിൽ നിലകൊണ്ടുകൊണ്ട് ആ പന്നി ആനയോളം വലിയ വലുപ്പമായി എന്ന് പറയുകയാണ്. വിരളമുള്ള പന്നി വലുതായി. സനാദികളും ബ്രഹ്മാവുമെല്ലാം പല വിധത്തിൽ അത് അഭ്യൂഹിച്ചു. ഇതെന്ത് സാധനം എന്നെല്ലാം പറഞ്ഞ് അന്തം വിട്ടിട്ട് മൂക്കിലൊക്കെ വന്നിട്ട് ഇത്രയും വലുതായി നിൽക്കുമ്പോൾ അവിടെ സനകാദികളും ബ്രഹ്മാവും എല്ലാം ഉണ്ടല്ലോ, അവിടെ അന്തം വിട്ടിട്ട് പലതരത്തിൽ ചിന്തിച്ചു. 21, 22, 23, 24 ഇത് എന്തായിരിക്കാം, എന്തിനായിരിക്കാം വന്നത്? അവർ ചിന്തിച്ചു, എന്തിനു വേണ്ടി ഇതിങ്ങനെ ചാടിപ്പിടിച്ച് വരുന്ന പെരുവിഴൽ പോലെയുള്ളത് പെട്ടെന്ന് കൂറ്റൻ പാറ പോലെയായി, വലിയ പാറ പോലെ, അല്ലെ ഒരു ആനയുടെ വലുപ്പത്തിൽ ആയി. വിഷ്ണു നമ്മളുടെ വല്ല മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്തരം നൽകാതെ. ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അത് വിഷ്ണു ആണെന്ന് മനസ്സിലായി. അപ്പോൾ വരാഹ ഭഗവാൻ മഹാപർവ്വത തുല്യമായിട്ട് വളർന്നു. അതൊരു വലിയ പർവ്വതമാരി വളർന്നിട്ട് ഗർജിച്ചു. അതുവഴി സനകാദികളും ബ്രഹ്മാവുമെല്ലാം സന്തോഷിച്ചു. അപ്പം ബ്രഹ്മാവിന് മനസ്സിലായ സനകാദികൾക്കോ ഇതെന്തോ ലക്ഷ്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അവർ പരിപാവനമായ ത്രയീ മന്ത്രത്താൽ സ്തുതിച്ചു. അവർ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങളാൽ ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി. അങ്ങനെ 26, 27 ഋഷികളുടെ സ്തുതിയിൽ സന്തോഷിച്ച ഭഗവാൻ ഗർജിച്ച ശേഷം ഗജരാജന്റെ ലീലകളോടെ വെള്ളത്തിലേക്ക് മുങ്ങി. ഇവിടെ വെള്ളം എന്ന് പറയുന്നത് കടലായിട്ടെടുക്കരുത്. ശൂന്യമായ സ്ഥലത്ത് കുറേ ഗോളങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു നദിക്ക് സമാനമാണ്. കാരണജലന്മാരിയുള്ള അതിലാണ് മുങ്ങിയത്. എന്നിട്ട് അതിൻ്റെ രൂപം പറയുകയാണ്. വാലിങ്ങനെ ഉറട്ടിപ്പിടിച്ചിട്ടുണ്ട്, ആകാശത്തിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ്. കർക്കശക്കാരനായ ഭയങ്കര കണ്ഠരോമങ്ങൾ കുടഞ്ഞിട്ട്, രോമയിലുണ്ട്, അത് കുടഞ്ഞ് മേഘനിരകളെ കുളമ്പടികളാൽ നീക്കി, മേഘത്തെയെല്ലാം തട്ടി നീക്കിയിട്ട് ആകാശത്തിലൂടെ വെളുത്ത തേറ്റയോടെ. അപ്പോൾ തേറ്റയുള്ള ഏത് മൃഗമാണത്? വരാഹത്തിൻ്റെ, പന്നിയുടെ രൂപത്തിലാണ്. ആ തേറ്റയെല്ലാം നല്ല പ്രകാശിക്കുന്ന നിലയിൽ ശോഭിച്ചു. 28, 29 പറയുകയാണ്, പന്നി എന്ന കപടരൂപം ധരിച്ച യജ്ഞമൂർത്തി. അതൊരു കപടവേഷമാണ്. കഥയിലാണ് പന്നിയായിട്ട് ചിത്രീകരിച്ചത്. എന്തിനാണ് പന്നിയായിട്ട് ചിത്രീകരിച്ചതെന്ന് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ഭൂമിയെ ഉയർത്തിയിട്ട് സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ വരുമ്പോൾ വലിയൊരു ശരീരവും, അതൊരു ഓർബിറ്റ്, സൂര്യൻ്റെ ഓർബിറ്റാണ്. തല എന്നത് ആ ഓർബിറ്റിലുള്ള ആ തലയിലൊരു ഇതുണ്ടല്ലോ, ഒരു കൊമ്പുമാരിയുള്ള സാധനം, അതിലാണ് ഭൂമി. അത് പിന്നെ പറയും. അപ്പോൾ ആ ശരീരം ഒരു ഓർബിറ്റിൻ്റെ രൂപത്തിലാണുള്ളത്. ഇനി ആ കൊമ്പുമാരിയുള്ള സാധനം അതുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് അടുത്തതിൽ പറയുന്നുണ്ട്. പക്ഷെ മുമ്പ് നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ ഇതെല്ലാം
വ്യക്തമായിട്ട് സയൻസിലൂടെ പറഞ്ഞതാണ്, പടങ്ങൾ തന്നെ കാണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് തുടർന്ന് പറയുകയാണ്, നോക്കാം. അപ്പോൾ ആ തേറ്റയുടെ പ്രകാശിച്ചു എന്നാണ് പറയുന്നത്. ആ തേറ്റയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പിന്നീട് പറയാം. 28-29 പന്നി എന്ന കപടവേഷം ധരിച്ച യജ്ഞമൂർത്തിയെ, പന്നി എന്ന ഒരു കപടവേഷമാണ് ധരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പന്നിയായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. അതൊരു ബലമാണ്, ഒരു ബലം, ഈ നാരായണൻ ഒരു ബലമാണ്. അപ്പം കഥയിൽ അത് പന്നിയായിട്ട് ചിത്രീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ രൂപത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് പിന്നീട് പറയും. അത് നമ്മൾ പണ്ട് പറഞ്ഞതാണ്. ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെല്ലാം വിവരിക്കുന്നിടത്ത് പടം വെച്ച് കാണിച്ചിട്ട് പറഞ്ഞതാണ്. ഇപ്പോഴും കുറച്ചൊന്ന് പറയാൻ ശ്രമിക്കാം. അപ്പോൾ അതെന്ത് ചെയ്തു, ആ പന്നി വേഷം ധരിച്ച നാരായണൻ ഗ്രാണേന്ദ്രിയത്തെ കൊണ്ടൊന്ന് മണപ്പിച്ചു നോക്കി എവിടെയാണ് ഭൂമി ഉള്ളത്. അപ്പോൾ അവിടെ അടിയിൽ കിടക്കുകയാണ്. എന്നിട്ട് ഋഷിമാരെയെല്ലാം സ്തുതിക്കുന്നത് കണ്ടിട്ട് അവരെയെല്ലാം ഒന്ന് നോക്കിയിട്ട് ജലത്തിൽ മുങ്ങി. അപ്പോൾ ആ തിരമാലകളെല്ലാം ഈ വലിയ മലമാരിയുടെയെല്ലാം വെള്ളത്തിൽ വീണു. അപ്പോൾ തിരമാലകളെല്ലാം തെറിച്ചു. യഥാർത്ഥത്തിൽ അവിടെ ശൂന്യമായ സ്ഥലമാണ്, അതിൽ കുറേ ഗോളങ്ങളുണ്ട്. ഇതാണ് കാരണജലം, ഒരു സമുദ്രം എന്ന നിലയിൽ ചിത്രീകരിച്ച് ഒരു വലിയ ബലമായിട്ടാണ് ഇത് പ്രയോഗിക്കുന്നത്, ഇതിന് ഭൂമിയെ ഉയർത്താൻ വേണ്ടിയിട്ട്. അപ്പം തിരമാലകളെല്ലാം എന്താ അപേക്ഷിച്ചു, കാത്തരുള്ളണേ എന്ന് പറഞ്ഞു പോൽ എന്നാണ് പറയുന്നത്. ഇതിൽ 30 അനന്തരം വരാഹമൂർത്തി ജലപ്പരപ്പിനെ പിളർന്നുകൊണ്ട് പാതാളത്തിലെത്തി, ഏറ്റവും താഴെ എത്തി. അവിടെ ഭൂമിയെ കണ്ടു. ഇതിനു മുമ്പ് ജലത്തിൽ മുങ്ങിക്കിടക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഭൂമിക്കൊപ്പം ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നതായിരുന്നു ഇഷ്ടം. എന്തുകൊണ്ട് ആദ്യം ആറ്റങ്ങളാണ് ഉണ്ടായത്. ആറ്റങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റില്ല, അപ്പം കൂടിച്ചേർന്നിട്ട് വസ്തുക്കളാവും. വസ്തുക്കളായി കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ ആകർഷണം കൊണ്ട് വലിയ ഗോളങ്ങളായിട്ട് മാറും. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഗോളങ്ങളെ കണ്ടു നിറഞ്ഞു. സൂര്യൻ, ചന്ദ്രൻ, ഇങ്ങനെയല്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിന്നു. പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതങ്ങനെ സഞ്ചരിക്കാനാണ് താല്പര്യം. ഗോളങ്ങൾക്ക് അങ്ങനെ സഞ്ചരിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൽ കുറേ പാറയുണ്ടെങ്കിൽ ആ പാറയൊന്നും വീടൊന്നുമായി മാറില്ല. മണ്ണെല്ലാം ഉണ്ട്, പാറയുണ്ട്, മണ്ണുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും വീടായിട്ട് മാറില്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. വീടാണ്ടിക്ക് നമ്മളതിനെ പൊളിച്ചിട്ട് വേണ്ട തരത്തിൽ അറേഞ്ച് ചെയ്തോളാം. അവർ പ്രപഞ്ചം മുഴുവൻ ഗോളങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഗോളത്തിന് ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ അതിന് ഒരു പ്രത്യേക ക്രമത്തിൽ സൂര്യനെ നടുവിൽ പിടിച്ചു നിർത്തി അതിൻ്റെ ചുറ്റും ഗോളങ്ങളെ ഇന്ന ഒരു പ്രത്യേക ക്രമത്തിൽ ചുറ്റിക്കണ്ടിക്കിൽ എന്തുപയോഗിക്കണം? ബലം പ്രയോഗിച്ചേ പറ്റൂ. നമ്മളും പാറയെല്ലാം പൊട്ടിച്ച് ബലം പ്രയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വീടെല്ലാം നിർമ്മിക്കുന്നത്. കല്ലെല്ലാം എടുത്ത് ബലം പ്രയോഗിച്ചിട്ടല്ലേ കെട്ടി വെക്കാൻ പറ്റുള്ളൂ. പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്, കല്ലുണ്ട്, വിറകുണ്ട്, മരമുണ്ട്. പക്ഷേ അതെല്ലാം എടുത്തിട്ട് വീടാവില്ലല്ലോ. നമ്മൾ ബലം പ്രയോഗിക്കണം. അതുപോലെ ഗോളങ്ങളിങ്ങനെ അന്തരീക്ഷം മുഴുവൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്, അല്ലെങ്കിൽ താണു കിടക്കുകയാണ് ഭൂമി. അപ്പോൾ അതിനെ സൂര്യനെ നടുവിലും വെച്ച് മറ്റുള്ള ആക്കണ്ടിക്കിൽ ഒരു ബലം പ്രയോഗിക്കണം. ആ ബലത്തിനെയാണ് വിഷ്ണു എന്നിവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഭൂമിയെ എന്ത് വേണം? പൊന്തിച്ചിട്ട് എന്നിട്ട് ഈ ഓർബിറ്റ് കൊണ്ടുവെക്കണം. അപ്പം ഭൂമിക്ക് എന്താണ് ഇഷ്ടം? അങ്ങനെ സഞ്ചരിക്കുന്നതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സത്വഗുണം. ഇനി ഒരു ബലം പ്രയോഗിച്ചിട്ട് വേണം അതിന് വൃത്തിയിൽ കൊണ്ടു കിടക്കാം. അപ്പം ഭൂമി ഇങ്ങനെ സ്വതന്ത്രമായി കിടക്കാനുള്ള കാര്യം നാരായണനും പണ്ടേ അറിയാമായിരുന്നു. ഇങ്ങനെ ഭൂമി റെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമാണെന്ന്. ഇത് 31, 32, 33 പറയുന്നു. പിന്നെ ആ വരാഹമൂർത്തി എന്ത് ചെയ്തു? തൻ്റെ തേറ്റയാൽ ഭൂമിയെ പൊക്കിയെടുത്ത് അതിനെ ഒന്ന് പരിശോധിച്ചു. തേറ്റയുടെ ഭൂമിയോട് ഒന്ന് പൊക്കിയെടുത്തു. അപ്പം ഭൂമിനെ പൊക്കിയെടുക്കുമ്പോൾ എന്തുണ്ടാവും? ഭൂമിക്ക് ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം. അതിനെ പൊക്കുമ്പോൾ ഒരു ബലം പ്രയോഗിക്കണം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഒരു ബലം പ്രയോഗിക്കുമ്പോൾ എന്തുണ്ടാവും? നേരെ വിപരീത ബലവും ഉണ്ടാവും. അതിന് സമ്മതിക്കാതെ. അപ്പം ബലം പ്രയോഗിച്ചിട്ട് വേണം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഓർബിറ്റിൽ വെക്കുക. ആ വെക്കുന്ന ശക്തിക്കാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എതിർബലമുണ്ട്. അതാണ് അസുരനായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം ഇങ്ങനെ എടുത്ത് തേറ്റയിൽ എടുത്ത് പൊന്തിക്കാൻ നോക്കിയപ്പോൾ
ഗദാധാരിയും ചെറുപ്പ് നിർത്തുകാരനുമായ അതിനെ എതിർക്കാൻ ശ്രമിച്ചു. അതായത് റിയാക്ഷൻ, തമോ ഗുണം വേണ്ട, അതിനൊന്ന് അങ്ങനെ തന്നെ കിടന്നാൽ മതി, എടുത്ത് ഭൂമിയിൽ സൗരയൂഥത്തിൽ കൊണ്ടുപോയി സിസ്റ്റത്തിൽ കൊണ്ട് വെക്കുകയൊന്നും വേണ്ട, ഓർബിറ്റ് കൊണ്ട് വെക്കുകയൊന്നും വേണ്ട എന്ന് പറയുന്ന ആ പ്രതിലോമ ശക്തി അല്ലെങ്കിൽ റിയാക്ഷൻ, അതാണ് ഇവിടെ എന്തായി ചിത്രീകരിച്ചിരിക്കുന്നത്? ദിതിയുടെ പുത്രനായ ഹിരണ്യാക്ഷൻ. അപ്പോൾ ഈ ഹിരണ്യാക്ഷനെ വെളുപ്പത്തിൽ അങ്ങ് വധിച്ചു. അപ്പോൾ ഈ റിയാക്ഷനെ മറികടന്നുകൊണ്ട് വേണം ബലം പ്രയോഗിച്ചിട്ട് എടുത്തു കൊണ്ടുപോയിട്ട് എവിടെ വെക്കാൻ? ആ ഭ്രമണപഥത്തിൽ വെക്കാൻ. പിന്നെ തേറ്റപ്പല്ലിൻ്റെ അഗ്രഭാഗത്ത് ഭൂമിയെ ഉയർത്തിക്കൊണ്ട് നിലകൊണ്ടപ്പോൾ ബ്രഹ്മാദികൾ വേദമന്ത്രത്താൽ സ്തുതിച്ചു. അപ്പോൾ എന്നിട്ട് അതിനെ തേറ്റയിൽ എടുത്തിട്ടാണ് കൊണ്ട് ഉയർത്തിപ്പിടിച്ചപ്പോൾ ബ്രഹ്മാദികൾ ഋഷികളെല്ലാം സ്തുതിച്ചു വേദമന്ത്രത്താൽ. അതായത് വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം പന്നി എന്നത് ഈ തരത്തിൽ കാണാം, വലിയൊരു ഉടൽ, അത് ഓർബിറ്റായി എടുക്കണം. ഇവിടെ നടുവിൽ സൂര്യൻ, അതിൻ്റെ ഓർബിറ്റ്, ആ ഓർബിറ്റിലാണ് ഭൂമിയെ വെക്കുന്നത്. ഭൂമിക്കെന്നുണ്ട് ഈ തേറ്റ എന്ന് പറയുന്നത് കുറച്ച് ചെരിഞ്ഞാണ് കിടക്കുന്നത്. അത് ഭൂമിയുടെ ആക്സസ് ആയിട്ട് എടുക്കണം. അതൊരു ചെരിവിലാണ് നിൽക്കുന്നത്, ചെരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തേറ്റയിൽ നിർത്തി എന്ന് പറയുമ്പോൾ തേറ്റയിൽ കിടന്നിട്ടാണ് ഭൂമി കറങ്ങുന്നത്. അതൊരു ഡിഗ്രിയിൽ ചെരിവിലാണുള്ളത്. അതുകൊണ്ടാണ് പന്നിയെ വരാഹം എന്ന പന്നിയായിട്ട് ചിത്രീകരിച്ചത്. തേറ്റയുടെ പ്രാധാന്യം അവിടെയാണ്. ഭൂമിയെ വലിയൊരു ഓർബിറ്റിൽ ഭൂമിയെ വെച്ചു, ആക്സസ് തിരിച്ചിട്ടാണ് വെച്ചത്. അതിൻ്റെ ശേഷം 34-35 മുതൽ ഋഷിമാർ പുകഴ്ത്തുകയാണ്. ഭൂമിയെ എടുത്ത് സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ ചെരിച്ച് തേറ്റ ആ ഒരു ആക്സസിൽ വെച്ചപ്പോൾ അപ്പോൾ മുതലാണ് ഭൂമി ഭൂമിയായത്. ഭൂമിയിലെല്ലാ സീസൺസ് എല്ലാം ഉണ്ടാകാനും കർമ്മങ്ങളെല്ലാം നടക്കാനും, എന്തെല്ലാം കർമ്മങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ ആ കർമ്മങ്ങളെല്ലാം നടക്കാനും ഭൂമി ഭൂമിയാകാനും സാധിച്ചത് ആ ഒരു കർമ്മം കൊണ്ടാണ്. അതുകൊണ്ട് എന്തെല്ലാണ് സംഭവിച്ചത് എന്നാണ് ഇവിടെ കുറേ സൂക്തങ്ങളിലൂടെ പറയുന്നത്. നമുക്ക് ചുരുക്കിയൊന്ന് നോക്കാം. അപ്പോൾ ഋഷികൾ പറയുന്നത് എന്താണ്? നിൻ തിരുവടി ജയം നേടി. ഭൂമിയെ ഒരു സൗരയൂഥ സിസ്റ്റം ഉണ്ടാക്കി. അല്ലെങ്കിൽ ഉണ്ടായ ഭൂമി ഉണ്ടാകുന്നത് വരെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുകയായിരുന്നു. ആറ്റങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അത് വസ്തുക്കളായി മാറും. വസ്തുക്കളെപ്പോഴും ഒരു ഗോളമായിട്ട് മാറും. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുള്ളൂ. പിന്നെ ഗോളത്തെ പിടിച്ചിട്ട് ഇതേമാതിരി അറേഞ്ച് ചെയ്യുന്ന പരിപാടി, ഇപ്പോൾ ഭൂമിയിൽ കുറേ കല്ലും മണ്ണും എല്ലാം ഉണ്ടല്ലോ, അത് വീടായി മാറില്ല. വീടാണെങ്കിൽ നമ്മൾ ബലം പ്രയോഗിക്കണം, അതിനെല്ലാം കുഴച്ച് പിടിച്ചെല്ലാം മണ്ണെല്ലാം എടുത്തിട്ടാക്കണം. അതുപോലെ ഇങ്ങനെ അലഞ്ഞു നടന്നിരുന്ന ഭൂമിയെയും ഗ്രഹങ്ങളെല്ലാം പിടിച്ചിട്ട് ഒരു ക്രമത്തിൽ അറേഞ്ച് ചെയ്യേണ്ടിക്ക് ഒരു ബലം പറയണം. ആ ബലത്തിനാണ് നാരായണൻ എന്ന് പറയുന്നത്. അത് ഓർബിറ്റിൽ വെച്ച ഒരു രീതി ആ വരാഹം പന്നി എന്ന രൂപത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി സൗരയൂഥ സിസ്റ്റം പൂർത്തിയായി, ഭൂമി ഭൂമിയായി. അതുകൊണ്ട് ജയം നേടി. ചുഴറ്റുന്ന വേദാത്മക ദേഹത്തെ ചുഴറ്റുന്ന നിൻ തിരുവടിക്ക് നമസ്കാരം. വേദാത്മക ദേഹത്തെ ചുഴറ്റുന്ന നിൻ തിരുവടിക്ക്. അവിടെ കിടന്നിട്ട് പിന്നെ ഭൂമി എന്ത് ചെയ്യുകയാണ്? ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതിൽ? ഈ തേറ്റയിൽ ആക്സസിൽ കടന്നിട്ട് ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന നിൻ തിരുവടിക്ക് നമസ്കാരം. അപ്പം ഭൂമി അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. എന്നിട്ട് എന്തു പറയാണ്? ആ നിൻതിരുവടിയെ, ആ രൂപത്തിലുള്ള നിൻതിരുവടിയെ പാപം ചെയ്തവർക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ആകാശത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ ഭൂമി തേറ്റമ്മൽ
പൊക്കിയെടുത്തിട്ടുള്ള പന്നി രൂപത്തിലൊന്നും പാപം ചെയ്തവർക്കൊന്നും പാപികളായ മനുഷ്യർക്കൊന്നും നോക്കിയാലൊന്നും കാണാൻ പറ്റുന്നില്ല. ബുദ്ധിയുള്ളവരെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ പുറംതൊഴിലാണ് ഛന്ദസ് എന്ന് പറയുകയാണ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണ്ടെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, വേദങ്ങളിലൂടെ മനസ്സിലാക്കണം. വേദങ്ങളിൽ മനസ്സിലാക്കണ്ടെങ്കിൽ ഛന്ദസ്സുകൾ, അതിൻ്റെ പുറംതൊഴിൽ ഛന്ദസ്സാണ്, അതിലൂടെ അതിനെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. രോമങ്ങളിൽ ദർഭയും, രോമൻ ദർഭ എന്ന് പറയുമ്പോൾ ദർഭ പുല്ലുമാരി തന്നെയാണ് രോമങ്ങൾ. ആ രോമങ്ങൾ സിഗ്നൽ സിസ്റ്റം ക്യാരി ചെയ്യുന്നതാണ്. മുമ്പ് പറഞ്ഞ കാര്യമാണ്. രോമങ്ങൾ ആൻറ്റിനക്ക് സമാനമാണ്. നേത്രത്തിൽ നെയ്യും, പാദത്തിൽ ഹോതൃചതുഷ്ടയ കർമ്മങ്ങളും, എല്ലാതരം കർമ്മങ്ങളും ഈ ഒരു പ്രത്യേക ഭ്രമണപഥത്തിൽ ഭൂമി ഒരു പ്രത്യേകം അച്ചുതണ്ടിൽ കറങ്ങുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഭൂമിയിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളെയും ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണ്. ഇത്തരം ഒരു സിസ്റ്റത്തിൽ ഭൂമിയെ വെച്ചതുകൊണ്ട്. ഇനി 36 മുഖാഗ്രത്തിൽ ജുഹു, നാസോദ്വാരത്തിൽ ശുവം, ഉദരത്തിൽ ഇടായി എന്ന ഭക്ഷണപാത്രം, കർണദ്വാരം സോമപാനപാത്രങ്ങളായിട്ടെടുക്കണം, മുഖദ്വാരം സോമം എടുക്കുന്നതിനുള്ള പാത്രമായിട്ടെടുക്കണം, ചവച്ചിറക്കിൽ അഗ്നിഹോത്രമായിട്ടെടുക്കണം. ഇങ്ങനെ ഇവിടെ നടക്കുന്ന പാത്രങ്ങളും കർമ്മങ്ങളും, എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ഭൂമിയിൽ വെച്ചാണ്. ഭൂമി തന്നെയാണ് പാത്രം. എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്, എല്ലാം ശേഖരിച്ച് വെക്കുന്ന പാത്രമാണ് ഭൂമി. എല്ലാ കർമ്മങ്ങളും ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇനി 37 തുടർച്ചയായ അവതാരങ്ങളെയെല്ലാം ഭീഷണിയേഷ്ടിയായിട്ടും, കഴുത്ത് ജ്യോതിഷ്ഠോമയായിട്ടും, നാവ് മഹാകർമ്മങ്ങളായിട്ടും, ശിരസ് ഹോമരഹിത അഗ്നിയായിട്ടും, പ്രാണശക്തികൾ ഇഷ്ടിക ചമസങ്ങളായിട്ടും ചയനങ്ങളായിട്ടും എടുക്കണം. 38 രേതസ്, ഈ വരാഹമൂർത്തിയുടെ രേതസ് സോമരസായിട്ടെടുക്കുക. ശരീരത്തിലെ സപ്തധാതുക്കൾ അഗ്നിഷ്ഠോമമായിട്ടെടുക്കുക. എല്ലാ യജ്ഞങ്ങളും ശരീരത്തിലെ നാഡികളായിട്ടെടുക്കുക, സന്ധികളായിട്ടെടുക്കുക. എന്നിട്ട് എന്ത് പറയുന്നു? ഈ വരാഹമൂർത്തി ജനകർമ്മങ്ങളാൽ ബന്ധിക്കപ്പെട്ട മൂർത്തിയാണ്. ജനങ്ങളുടെ ഈ ഭൂമിയിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ, കർമ്മപാത്രങ്ങളുണ്ടോ, അതെല്ലാമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് ഈ മൂർത്തിയെ കാണുന്നു. അതായത് ഈ ഒരു വരാഹാവതാരത്തിലുള്ള ഭൂമിയുടെ സ്ഥിതിയിലൂടെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മങ്ങളും പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത്. എന്നിട്ട് 39 പറയുകയാണ്, സമസ്ത മന്ത്രങ്ങളും, അതായത് വേദമന്ത്രങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രവും, അതിനടിസ്ഥാനിച്ചാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന ദേവതകൾ, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ദേവതകളാണ്. എല്ലാ ദ്രവ്യങ്ങളും കൂടിയവനായ കർമ്മസ്വരൂപനായി നിൽക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമോ കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഈ രൂപമായിട്ട്, ഈ രൂപത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അങ്ങനെയുള്ള ഈ രൂപത്തിന് നമസ്കാരം. അതേസമയം ഇതെന്തുവാണ്? നിർഗുണനാണ്. അതുകൊണ്ട് അനാസക്തി യോഗത്താൽ മനോജയം നേടിയ അങ്ങേക്ക് നമസ്കാരം. പക്ഷെ അങ്ങേ ഈ രൂപമെല്ലാം ധരിച്ചു എന്ന് പറയുമ്പോഴും, പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മത്തിനും എല്ലാം പിന്നിൽ ഇതാണെന്ന് പറയുമ്പോഴും അങ്ങേരെന്താണ്? അനാസക്തനാണ്. ഒന്നിലും താല്പര്യമില്ലാതെ നിർഗുണനായിട്ട് നിൽക്കുന്ന ആ ശക്തിക്കും നമസ്കാരം. ഇനി 40 അങ്ങ് തേറ്റയിൽ ഭൂമിയെ ഉയർത്തിക്കൊണ്ട് നിൽക്കുകയവേ. എങ്ങനെയാ തോന്നിയെന്ന് വെച്ചാൽ, ഭൂമിക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് പൊക്കുന്ന മാതിരിയാണല്ലോ പറഞ്ഞത്. യഥാർത്ഥത്തിൽ വെള്ളമൊന്നുമില്ല. ഫ്രീ ആയ ആകാശത്തിലെ ഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റുകയാണ്. അതിനെ എവിടെ നിന്നും എടുത്ത് പൊക്കിയിട്ട് സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ കൊണ്ടുവച്ചു. അപ്പം വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ ഇലകളോടുകൂടിയ ചെന്താമരത്തണ്ട്, ഇലയെല്ലാം കൂടിയിട്ട് ഒരു ചെന്താമരത്തണ്ട് എന്ന പോൽ പരിലസിക്കുകയുണ്ടായി. അത്രയും സുന്ദരമായിട്ടാണ്
അത് പൊക്കിയെടുത്താണ് വെച്ചപ്പോൾ അനുഭവപ്പെട്ടത്. എന്നിട്ട് 41 പറയുകയാണ്, കൂടാതെ വേദാത്മകമായും വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ മനസ്സിലാക്കണം. എല്ലാ രഹസ്യങ്ങളും പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം വേദത്തിലാണുള്ളത്. ആ വേദത്തിലൂടെ ഇതിനെ മനസ്സിലാക്കുകയും വേണം. എന്നിട്ട് അതേസമയം ഈ ഉയർത്തി നിൽക്കുന്ന ആ ഒരു നിൽപ്പ് അതിമഹത്തായ ശിബിരം കൊണ്ട് വഹിക്കപ്പെട്ട മേഘത്താൽ, വലിയ മലയുടെ ശിഖരത്തിൻ്റെ മേലെ മേഘങ്ങൾ വഹിച്ചു കിടക്കുന്ന പർവ്വതത്തിൻ്റെ ശോഭ പോലെ ഇരിക്കുകയായിരുന്നു ആ ഭൂമി. ഈ പന്നി രൂപത്തിൽ അവിടെ കൊണ്ടുപോയിട്ട് ആ ഓർബിറ്റിൽ മുകളിൽ കൊണ്ടുവച്ചപ്പോൾ ഇതൊരു മേഘം, ഒരു മലമാതിരിയായിരുന്നല്ലോ അതിനെ ചിത്രീകരിച്ചിരുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് ഉള്ളത്. സൗരയൂഥ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഓർബിറ്റ്, അതിനകത്തൊരു ഭൂമി ഒരു ആംഗിളിൽ കിടക്കുകയാണ്. അപ്പം അത് ഒരു മലക്ക് സമാനം മേഘങ്ങളാലെല്ലാം മൂടിക്കിടക്കുന്ന ഒരു മല പോലെയാണ് അതിനെ അനുഭവപ്പെട്ടത്. ഇനി 42 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്ഥാവര ജംഗമങ്ങളുടെയും മാതാവായ ഈ ഭൂമിയെ, അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും എല്ലാം എവിടെയാണുള്ളത്? ഭൂമിയിൽ തന്നെയാണുള്ളത്. ആ ഭൂമിയെ നിവാസത്തിനായി ഉറപ്പിച്ചു നിർത്തിയാലും അല്ലെങ്കിൽ നിർത്തി എല്ലാവർക്കും നിവസിക്കാൻ വേണ്ടി സൗകര്യത്തിൽ അവിടെ നിർത്തി. അതുകൊണ്ട് തന്നെ അങ്ങെന്താണ്? നമ്മുടെ പിതാവാണ്. അങ്ങയോടൊപ്പം ഇവൾക്കും നമസ്കാരം. ആർക്ക്? അങ്ങനെ ഉയർത്തി വെച്ച ഈ ഭൂമിക്കും അങ്ങയോടൊപ്പം നമസ്കാരം. അരണിയിൽ അഗ്നി കിടക്കുന്നത് പോലെ, അരണി കടഞ്ഞിട്ടാണല്ലോ അഗ്നി ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അഗ്നിയുണ്ട്, വിറകിൻ്റെ അകത്ത് അഗ്നിയുണ്ട്. അതാണ്ട് കത്തുമ്പോൾ തീ കൊടുത്താൽ കത്തുന്നു. അതുപോലെ ഈ ശക്തിയും ഈ ഭൂമിയുടെ അകത്തുണ്ട് എന്ന് പറയാൻ പോവുകയാണ്. യാതൊരുവളിൽ സ്വവീര്യത്തെ അങ്ങ് ആധാനം ചെയ്തു. അപ്പം അങ്ങനെ ഉയർത്തി നിൽക്കുമ്പോൾ ആ ശക്തിയും അതിൻ്റെ അകത്ത് ഉണ്ട്. ഇനി 46-47 മൈത്രേയൻ പറയുകയാണ്, ഇപ്രകാരം വേദത്താൽ ഋഷികൾ സ്തുതിക്കപ്പെടുന്ന ലോകരക്ഷകൻ. അപ്പം ഋഷികൾ സ്തുതിച്ചതാണ് ഇതുവരെ കണ്ടത്. എന്താണ് ഋഷികൾ വേദങ്ങൾ എഴുതിയവർ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ, വേദത്തിൽ എന്താണുള്ളത്? പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും, സൗരയൂഥ സിസ്റ്റത്തിൽ ഭൂമിയെ വെച്ചതും അതുകൊണ്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, ഭൂമിയിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഭൂമിയുടെ കിടപ്പ് വളരെ പ്രധാനമാണ്. അത് വേദത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് വേദത്തിലൂടെ ഇതുവരെ ചുരുക്കി ചില ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടുള്ള ഫലങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഋഷികൾ ഈ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തൻ കുളമ്പടികളാൽ ആക്രമിക്കപ്പെട്ട ആ ജലത്തിൽ, അതായത് ഈ ജലസമാനമായ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ, ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ചു. അങ്ങനെ ഭൂമിയെ അനായാസേന വെള്ളത്തിന് മീതെ വെച്ചു. അപ്പോൾ വെള്ളത്തിന് മീതെ വെച്ചു എന്ന് പറയാൻ കാരണം, നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ട്? വെള്ളത്തിന് അടിയിൽ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതിനെ പൊക്കിയെടുത്തിട്ട് ഓർബിറ്റിൽ വെച്ചു എന്നേ അർത്ഥമുള്ളൂ. വെള്ളത്തിന് മീതെ വെച്ചു എന്ന് പറഞ്ഞാൽ ഓർബിറ്റിൽ വെച്ചതായിട്ട് കണ്ടാൽ മതി. ഓർബിറ്റും ഒരു സമുദ്രം പോലെ തന്നെയാണ്. നദികളായിട്ടാണ് ഓർബിറ്റിനെയും വേദങ്ങൾ കാണുന്നത്. അപ്പം അടിയിൽ എവിടെയോ കിടന്നിരുന്നതിനെ പൊക്കിയെടുത്തിട്ട് ആ സമുദ്രത്തിന്, ഓർബിറ്റാകുന്ന സമുദ്രത്തിൻ്റെ മേലെ വെച്ചതായിട്ടും നമുക്ക് കാണാം. എന്നിട്ട് എന്ത് ചെയ്തു? ശ്രീഹരി അതിൻ്റെ ജോലിയെല്ലാം തീർത്തിട്ട് പോയി.
എന്നിട്ട് പറയുകയാണ്, സംസാര താപത്തെ ഹരിക്കുന്ന ഈ ശ്രീഹരിയുടെ കഥ, അതായത് ഈ ഭൂമിയിൽ കഷ്ടപ്പെടുക, സംസാരത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടപ്പാട് എല്ലാം തന്നെയാണ്. അങ്ങനെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഈ കഥ ആര് കേൾക്കുന്നുവോ, അല്ലെങ്കിൽ ആര് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുവോ, അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രത്യക്ഷത്തിൽ തെളിയും. കാരണം ഭാഗവത കഥയിലേക്ക് ആകൃഷ്ടരായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഉള്ളിൽ ഭഗവാൻ തെളിയും. അതിൽ പിന്നെ വേറെ സംശയം, ഇപ്പോൾ യുക്തിവാദികൾ വന്നാൽ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഈ ഭഗവാൻ തെളിഞ്ഞു വരും. അതിൽ സംശയമൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ഭൂമിയെല്ലാം തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. 49 പറയുകയാണ്, സർവ അഭിഷ്ടങ്ങളും സാധിപ്പിക്കുന്ന ഭഗവാൻ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇങ്ങനെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അഭിലാഷങ്ങളെല്ലാം സാധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അഭിഷ്ടങ്ങളുടെയും ദേവനായ ഭഗവാൻ, സർവാഭിഷ്ടങ്ങളുടെയും ദേവനായ ഭഗവാൻ പ്രസാദിച്ചാൽ ലഭിക്കാത്തതായിട്ട് എന്താണുള്ളത്? അദ്ദേഹം പ്രസാദിച്ചാൽ ഈ പറയുന്ന എല്ലാം ലഭിക്കും. ഭൂമിയിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടല്ലോ അതെല്ലാം ലഭിക്കും. പക്ഷേ തുച്ഛമായ അവയെ കൊണ്ടുള്ളത് മതി. പക്ഷേ അത് തുച്ഛമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തുച്ഛമായി കരുതി എന്ത് കിട്ടിയാലും അത് മതി എന്ന് വെച്ചുകൊണ്ട് അന്യചിന്തകളൊന്നും കൂടാതെ, അതായത് ഈ മായയിൽ ഭ്രമിക്കാതെ, ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകാതെ ഭജിക്കുന്നവർക്ക് ശ്രീഹരി ഉത്കൃഷ്ടമായ സ്വഗതിയെ അരുളും. അപ്പോൾ വല്ലവരും ഇതിലൊന്നും താല്പര്യമില്ലാതെ ഇതെല്ലാം മിഥ്യയാണ്, ശ്രീഹരിയുടെ ഒരു ലീലയാണെന്ന് കണ്ടുകൊണ്ട് ആ ശ്രീഹരിയെ തന്നെ ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവർക്ക് അതും ഈ ഭൂമിയിൽ വെച്ച് തന്നെ സാധിക്കും. അപ്പം ഇവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കണം എന്ന് വെച്ച് നടക്കുന്നവർക്കാണെങ്കിൽ ഇവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശ്രീഹരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് തന്നിട്ടുണ്ട് ഭൂമിയെ അതിന് യോജിച്ച തരത്തിൽ. ഇതെല്ലാം തുച്ഛമായി കണ്ടുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടേണ്ടിക്ക് അതിനുകൊണ്ടുള്ള വഴികളും ഇവിടെ ശ്രീഹരി ചെയ്തു വെച്ച് തന്നിട്ടുണ്ട്. എനിക്കിവിടെ ചോദിക്കുകയാണ്, പുരുഷാർത്ഥങ്ങളുടെ സാരം ഗ്രഹിച്ചിട്ടുള്ള, അപ്പം പുരുഷാർത്ഥങ്ങളുടെ സാരം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യത്തിൻ്റെ അവസാനം മോക്ഷമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം അവസാനം എത്തിച്ചേരുന്നത് മോക്ഷത്തിലാണ്. എല്ലാ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരുവൻ ഈ പുരാണ കഥകളെ അതേ രൂപത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ അതിലൂടെ സംസാര താപത്തെ നശിപ്പിക്കാൻ പറ്റും. ഈ സംസാരത്തിലുള്ള ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും. എങ്ങനെ? ഭഗവത് കഥയാകുന്ന അമൃതരസത്തെ, ഈ പറയുന്ന കഥയാകുന്ന അമൃതരസത്തെ കാതുകളിലൂടെ കോരിക്കുടിക്കുക. കാതുകളിലൂടെ കോരിക്കുടിച്ചു കഴിഞ്ഞാൽ മൃഗമല്ലാത്ത ആരുണ്ടോ അവർക്ക് മതി വരുമോ എന്ന് ചോദിക്കുകയാണ്. മൃഗസമാനമല്ലാത്ത മനുഷ്യരെല്ലാം മൃഗസമാനമാണ്. സുഖഭോഗ വസ്തുക്കളുടെ ചിന്തിക്കാൻ കഴിവില്ലാതെ ജീവിതത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നവരാണ്. മൃഗങ്ങൾക്ക് എന്തെയുള്ള രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിന്നണം, ഇങ്ങനെയുള്ള ചിന്തയുള്ളൂ. അതേപോലെ ജീവിക്കുന്ന മനുഷ്യരൊഴിച്ചിട്ട് ബാക്കി വേദങ്ങളുടെ, പ്രപഞ്ച രഹസ്യങ്ങളുടെ എല്ലാം സത്യം വേദങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ കഥകളൊന്നും കേട്ടാലൊന്നും മതി വരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാം തന്നെ നമ്മൾ കാണുന്നത് പ്രപഞ്ച സൃഷ്ടി രഹസ്യം ഓരോ കഥകളിലൂടെ പറഞ്ഞു പോവുകയാണ്. അതായത് വേദത്തിലുള്ള കാര്യങ്ങളിൽ പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട ചിലതെല്ലാം എടുത്തിട്ട് വളരെ വിസ്തരിച്ച് കഥരൂപത്തിൽ പറയാണ്. കഥരൂപത്തിലേ പറയാൻ പറ്റൂ. ഇതെല്ലാം സയൻസിലോട്ട് പോകണ്ടെങ്കിൽ
എത്ര ഓരോ വിഷയം എത്ര വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചേനയിൽ നിന്ന് ചെടി ഇങ്ങനെ അതിൻ്റെ ജനിതക ഘടനയുണ്ട്, അതിനനുസരിച്ച് ചെടിയായി വരും, പിന്നെ നശിച്ച് അതിൻ്റെ അകത്ത് പോകുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ അകത്ത് നടക്കുന്ന ജനിതക ഘടനയിൽ അടക്കുന്ന അതിൻ്റെ ജീനിൻ്റെ ഘടനയെല്ലാം എടുത്ത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അന്തമില്ല, അത്രയും ഇരുന്ന് പഠിക്കേണ്ടി വരും. ഇത് സാധാരണക്കാരന് കഥ രൂപത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ. പക്ഷേ നമുക്ക് പറഞ്ഞാൽ അറിയാം, മുട്ടയിലുള്ള കുട്ടീൻ്റെ എല്ലാ ഗുണവും ആ ജനിത ഘടനയിലുണ്ട്, അത് വളർന്നിട്ട് കുട്ടിയായി മാറും. അത്ര മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അത്തരത്തിൽ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ട് കഥ പോകുന്നത്.